ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. പുന്നേക്കാട് തട്ടേക്കാട് റോഡിന് സമീപം കളപ്പാറ ഭാഗത്താണ് ആനകളെ കണ്ടത്. കാട്ടാനക്കൂട്ടത്തെ പിന്നീട് ഉൾക്കാട്ടിലേക്ക് തുരത്തി. കളപ്പാറ തെക്കുമേൽ കോളനിക്ക് സമീപം കണ്ട ആനക്കൂട്ടത്തെ വനപാലകരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്നാണ് ഉൾവനത്തിലേക്ക് തുരുത്തിയത്. 3 ആനകൾ ഉണ്ടായിരുന്നു. ഇവയെ പടക്കം പൊട്ടിച്ച് ഉൾവനത്തിലേക്ക് കയറ്റിവിട്ടു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനകളെ സുരക്ഷിതമായി ഉൾവനത്തിലേക്ക് തുരുത്തുകയായിരുന്നുവെന്ന് ആനവാച്ചർ ജോളിയും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ദിവാകരനും പറഞ്ഞു. ഭാഗത്ത് കഴിഞ്ഞ രാത്രിയിൽ ഇറങ്ങിയ ആനകൾ പോകാണ്ട് തെക്കുമേൽ സൈഡ് ജനവാസ മേഖലയ്ക്കടുത്ത് ഉണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെ ഞങ്ങളതിനെ ഇത്ര നേരം നിരീക്ഷിക്കുമായിരുന്നു. അപ്പം ജനവാസ മേഖലയ്ക്ക് ഇറങ്ങാൻ തുടങ്ങുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ വാച്ചർമാരുടെയും VSS സംഘങ്ങളുടെയും വാർഡ് മെമ്പർമാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആനയെ നമ്മൾ ഇപ്പോൾ ഉൾക്കാട്ടിലേക്ക് ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഇനി അത് വൈകിട്ട് ഇറങ്ങാണ്ടും നമ്മുടെ RRT ടീമും നമ്മുടെ സ്റ്റാഫുകളും ശ്രദ്ധിക്കുന്നതാണ്. നമ്മുടെ പുന്നേക്കാട് തട്ടേക്കാട് വനമേഖലയിൽ ആനയുടെ ശല്യം കൂടി വരികയാണ്. കഴിഞ്ഞ രാത്രിയിൽ 2ഓളം കൂട്ടം ആന ഉണ്ടായിരുന്നു. അതിലൊരു 3 ആനകളോളം ജനവാസ മേഖലയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു, വെള്ളംകെട്ടിയാലെന്ന് പറയുന്ന സ്ഥലത്ത്. ആ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമ്മൾ ആനയെ ഓടിച്ച് ചേലമല ഭാഗത്തേക്ക് നമ്മൾ തിരിച്ച് ആനയെ കടത്തി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖലയിൽ കാട്ടാന ശല്യം കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് കൂടുതലാണ്. അനുബന്ധമായിട്ടുള്ള ഫെൻസിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ RRT ടീം എല്ലാം സജീവമായിട്ട് നമ്മളിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ നാട്ടുകാരുടെ വലിയൊരു സഹകരണമാണ് നമുക്കിവിടെ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാവരുടെയും നാട്ടുകാരുടെ സഹകരണം കൊണ്ട് ഇത്രത്തോളം മുന്നോട്ട് പോകാനായിട്ട് ഇടയായി. തുടർന്നും ഞങ്ങളുടെ എല്ലാവിധ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ തുടർന്നും ഈ ഫെൻസിങ്ങിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കും വരെ എല്ലാവരും സഹകരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. രാത്രിയും പകലും ജനവാസ മേഖലകളിൽ ആനകൾ ഭീതി വിതയ്ക്കുകയാണെന്നും ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ആവശ്യപ്പെട്ടു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പുന്നേക്കാട് കളപ്പാറ തെക്കുമേൽ റോഡിലാണ്. ഈ റോഡിൽ നിരവധി ആളുകൾ, നൂറുകണക്കിന് ഫാമിലികൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണാൻ സാധിക്കും. അതായത് രാവിലെ ഏതാണ്ട് 3ഓളം കൊമ്പനാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി നിൽക്കുന്ന ആനകളായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ഓടിക്കാൻ സാധിച്ചത്. ആനകളെ ഓടിച്ച് ഏതാണ്ട് പുഴയറമ്പിലേക്ക് നമ്മൾ നിലവിൽ വിട്ടിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും ഇവിടെ RRT ടീമുകളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് പി റോജ അടക്കം ഞങ്ങളിവിടെ എത്തിയിരുന്നു. ഈ ആനകളുടെ ശല്യം നമുക്ക് രാത്രി പോലെ തന്നെ പകലും ഇതുപോലെ തന്നെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊന്നും പകൽ ശല്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പകലും ശല്യമായി ആളുകൾക്ക് രാത്രിയും പകലും നടക്കാൻ പാടാത്തൊരു അവസ്ഥ സംജാതമായിരിക്കുമ്പോൾ യാതൊരു നടപടികളോടെ ഉണ്ടാവുന്നില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം ഞങ്ങൾക്ക്. ഒരു നടപടികളും എവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഫെൻസിങ്ങിൻ്റെ പണി ആരംഭിച്ചെങ്കിലും അതെങ്ങും എത്തിയിട്ടില്ല. പക്ഷേ ആ ഫെൻസിങ് കൊണ്ടൊന്നും പ്രയോജനമില്ലാതെ ഞങ്ങൾക്കറിയാം. കാരണം ഫെൻസിങ്ങൊക്കെ ആന 2-3 ദിവസം ആന തകർത്ത് കളയും. ഇപ്പോൾ ട്രെഞ്ച് പോലെയുള്ളത് അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ ഇവിടെ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് വീട്ടിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഒരു രീതിയിലും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കില്ല, പണിക്ക് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ ദുരിതമാണ്. ഇപ്പോൾ ഈ കണ്ട 3 ആനകൾ, ഈ 3 ആനകൾ ജനങ്ങൾ നടന്ന വഴിക്കാണ് ക്രോസ് കിടക്കണമെങ്കിൽ എന്താണെങ്കിലും ഒരാളുടെ ജീവൻ, 1-2 ആളുടെ ജീവൻ പോവും. അപ്പോൾ അതുകൊണ്ട് ഇതിനെന്താണ് നടപടി എന്ന് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് മനസ്സിലാവുന്നില്ല. വനംവകുപ്പോ സർക്കാരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നും സ്വീകരിക്കുന്നില്ല. മീഡിയ 60 കോതമംഗലം.